ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കോക്ടെയിൽ ലൈഫ് ബൈ സ്റ്റെഫി. ഞങ്ങളുടെ അനിയനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ റമദാൻ പ്രമാണിച്ചിട്ട് 1 വീക്ക് ഹോളിഡേ ആണ്. അപ്പോൾ ഞങ്ങൾ മക്കൾക്കും ക്ലാസ് പോകണ്ട. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വന്നാൽ പിന്നെ അവിടേക്ക് പോയിട്ട് വരാം. ഞങ്ങളുടെ വിസ ആണെങ്കിൽ എക്സ്പയർ ആവാറുമായി. അപ്പോൾ എന്തായാലും ഒരു 1 വീക്ക് US ട്രിപ്പ് ഫുള്ളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പറ്റാവുന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. നമ്മൾ പ്രീ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. പിള്ളേരൊക്കെ വെയിറ്റ് ചെയ്യുകയാണ്. CID ദാസിന് വിജയകരമായി അമേരിക്കൻ യാത്ര കഴിഞ്ഞ് വ്ളോഗ് ഇടുന്നതായിരിക്കും. ബൈ ബൈ. വി ആർ എക്സൈറ്റഡ് ടു ഹേമ, ടിങ്കു ആൻഡ് ഓൾസോ അവരുടെ ക്യൂട്ട് ലിറ്റിൽ ബേബീസ് ധ്വനി ആൻഡ് ജാൻവി. ഇക്കും എക്സൈറ്റഡ് ആണോ? പണ്ട് ഇവർ ചെറുതായിരുന്നപ്പോൾ പോയിട്ടുള്ള കേട്ടോ. കുറേ കാലമായി പോയിട്ടിപ്പോൾ 10 years വിസ അടിച്ചിട്ട് ഫസ്റ്റ് ഇയർ പോയി. ഇപ്പം ഇനി ലാസ്റ്റ് ഇയറും കൂടെ പോകാൻ നിൽക്കുകയാണ്. US ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സൊക്കെ നമ്മുടെ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തന്നെ കഴിഞ്ഞതുകൊണ്ട് അവിടെ ചെന്നതും അനിയനെ കണ്ടതും ലഗേജ് എടുക്കുക ഇറങ്ങുക അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ഏകദേശം ഒരു 15 to 16 hours ഉണ്ട് അങ്ങോട്ട്. പക്ഷേ ഞങ്ങളൊരു 2 മൂവിയൊക്കെ കണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഫുഡൊക്കെ മാറി മാറി കഴിച്ച് വന്നപ്പോഴേക്കും അവിടെ ലാൻഡ് ചെയ്യേണ്ട സമയമായി. അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കയറുമ്പോൾ ഫുൾ മരുഭൂമിയാണെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും പച്ചപ്പരവതാനി വിരിച്ച പോലെ ഈ ഒരു കാര്യത്തിലുണ്ടല്ലോ സത്യത്തിൽ വന്നിറങ്ങി. ക്ലൈമറ്റ് 23 എന്നൊക്കെ കാണിച്ചു. പക്ഷെ നോക്ക് നല്ല അടിപൊളി മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ നല്ല കിടുക്കാച്ചി മഴ. മക്കളുണ്ടായതിന് ശേഷം ടൂർ പോകുമ്പോൾ ദൈവമേ ഇതൊക്കെ എങ്ങനെ ഞാൻ പാക്ക് ചെയ്യുന്ന ആലോചിച്ചിരുന്നത്. ഞാൻ കോവിഡ് ടൈമിൽ അവർ 2 കൊല്ലം വീട്ടിലിരുന്നോടുകൂടി എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടിയാൽ മതിയെന്നായിരുന്നു കേട്ടോ. അതിനുശേഷം തോന്നുന്നു ചെറിയ ചെറിയ ട്രിപ്പുകൾ പോലും ഞാൻ ഭയങ്കര ഹാപ്പിനെസ് കണ്ടെത്തി തുടങ്ങിയത്. കോവിഡ് ടൈമിൽ കുറേ കാലം വീട്ടിലൊക്കെ ഇരുന്ന് കുറേ നാൾ കഴിഞ്ഞ് അനിയനെ കണ്ട സന്തോഷത്തിൽ കുറേ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല കേട്ടോ. മിഷിഗണിലാണ് ഇവർ സ്റ്റേ ചെയ്യുന്നത്. മിഷിഗണിലേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പക്ഷെ ആ സമയം ഒന്ന് പോയതേ ഞങ്ങൾ അറിഞ്ഞില്ല. അത്ര മനോഹരമായ കാഴ്ചകളായിരുന്നു ചുറ്റും. 8 yearsന് ശേഷമാണ് ഞങ്ങളിപ്പം ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. റിക്കി കുഞ്ഞായിരുന്നപ്പം ഇവിടെ വന്ന് US വെച്ചിട്ടാണ് അവൻ ആദ്യമായിട്ട് അപ്പാപ്പൻ്റെ കൈ പിടിച്ച് നടന്നു തുടങ്ങിയത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങൾ കടന്നു പോകണം. ഒത്തിരി ചേഞ്ചസ് വന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇതേ അനിയന് 2ാമത്തെ മോളുണ്ടായി. ഞങ്ങളുടെ മാളൂട്ടീനെ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആദ്യമായിട്ട് ഞങ്ങളെ കാണാൻ പോകുന്നത്. അതും പിന്നെ അവർ ബെൽ സർക്കിളിൽ ഇതേ ഒരു വീട് വാങ്ങിയിരുന്നു. അത് കണ്ടിട്ടില്ല. അങ്ങനെ ഒത്തിരി വിശേഷങ്ങൾ പറയാനും കാണാനും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ്ഡ് ഇമോഷൻസിലാണ് ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പോണേ കേട്ടോ. കഴിഞ്ഞ വട്ടം വന്നപ്പം ഇവർ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വോയിസ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ എത്ര ഓടിയിട്ടാൽ പോലും ഒരു മനുഷ്യക്കുഞ്ഞ് കേൾക്കില്ല. കാരണം അത്രയധികം സ്ഥലമാണ് ഓടിക്കളിക്കാൻ. ഇവരുടെ കമ്മ്യൂണിറ്റി തന്നെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. ബെൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ മൊത്തം ഇങ്ങനത്തെ വില്ലാസ് ആയിട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആട്ടോ. അവരെ സർപ്രൈസ് ചെയ്യാൻ വന്നിരിക്കുക വേറൊരു സർപ്രൈസ് ആയിരുന്നു. അവർ ഓൾറെഡി ആരൊക്കെയോ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ പാർട്ട്ണർ ഇൻ ക്രൈം. എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ കൂടുതലും ഫ്രണ്ട്സ് പോലെയാണ്. ഇതാണ് ഞങ്ങളുടെ കിങ്ങു. ഇതാണ് ഞങ്ങളുടെ മാളൂട്ടി. മാളു അടിമുടി ഞങ്ങളെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കുറേ കാലമായിട്ട് വീഡിയോ ക്യാമറയിൽ കണ്ട കഥാപാത്രങ്ങളൊക്കെ ഇതിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് എവിടെ നിന്ന് വന്ന് ചാടിയിരിക്കുന്ന ദൈവമേ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ആൾ സിങ്കായി കേട്ടോ. കിങ്ങു ആളൊരു മിനി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആട്ടോ. ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് സെറ്റ്. അപ്പം ഞാൻ അവിടുത്തെ ഓൺലൈൻ ആമസോണിൽ നിന്ന് ഞാൻ അവിടേക്ക് ഡെലിവറി പറഞ്ഞിരുന്നു. മാളൂട്ടി ഇങ്ങനെ ചിരിക്കണോ വേണ്ടേന്ന് അറിയേണ്ട എന്നാലും ഒരു ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ആള് പെട്ടെന്ന് കൂട്ടായേ. അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം എണീറ്റപ്പോഴത്തെ വ്യൂ ആണിത്. മോർണിംഗ് വ്യൂ. വെൽക്കം ഹോം. ഇത് കോൾഡൻ നല്ല കോൾഡായിട്ടിരിക്കുന്നു. വാവ് കണ്ട വാവ്. ഈ വീഡിയോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രേസ് ഒരു പക്ഷേ വാവ് എന്നായിരിക്കും കേട്ടോ. വാവ് എന്ന് പറയാതെ വയ്യ. കാരണം അത്ര ബ്യൂട്ടിഫുള്ളാണ് അവിടുത്തെ ഓരോ വ്യൂവും. ഇപ്പം UAE പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം UAE കൂടുതലും മരുഭൂമി അങ്ങനെ. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ബാക്കിലൊക്കെ കുറച്ച് ചെടികളും കുറച്ച് ഇങ്ങനെ പച്ചപ്പും ഹരിതാപയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് പൊതുവേ ഈ ഗ്രീനറി ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എനിക്കൊരു മെൻറ്റൽ പീസ് തരും എനിക്ക്. എൻ്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഏത് ആംഗിളിൽ നോക്കുമ്പോഴും നല്ല വ്യൂ ആണ്. ചെറി ബ്ലോസം, ഗ്രീനറി, ആ ലോണും എല്ലാം എവറിത്തിങ് ലുക്സ് സോ ബ്യൂട്ടിഫുൾ. പുതിയ സ്ഥലമായതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാന്ന് തോന്നുന്നു. രാവിലെ തന്നെ ഞാൻ വേഗം എണീറ്റു കേട്ടോ. അല്ലെങ്കിൽ UAE ഞാൻ ഇച്ചായം വിളിച്ചാലും 2-3 അലാം ഓഫ് ചെയ്ത് പിന്നെയും കിടന്നുറങ്ങിയിരിക്കുന്ന ആളാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ ചാടി എണീറ്റു വേഗം ആ രാവിലത്തെ വ്യൂ കിട്ടാൻ വേണ്ടി വേഗം എണീറ്റു കേട്ടോ.
പിന്നെ കുറച്ച് ജെറ്റ് ലാഗിൻ്റെ ഉണ്ടാവും കേട്ടോ. കാരണം ഇന്നലെ കിടക്കുന്നതിന് മുന്നേ അനിയൻ ഇങ്ങനെ പറഞ്ഞിരുന്നു നിങ്ങളൊക്കെ രാവിലെ നേരത്തെ എണീക്കുമായിരിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അപ്പം ഞാൻ അവരെണീക്കുന്നതിന് മുന്നേ എണീറ്റു, വീടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞ് പുറത്തൊക്കെ കുറേ നേരം നടന്നു, ഇച്ചാനെയും കുത്തിപ്പൊക്കി. ഇവർ വീട് വാങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങനെ ഓരോ അറേഞ്ച്മെൻറ്റ്സിൻ്റെയും ഇതിൻ്റെയൊക്കെ വീഡിയോസ് എനിക്ക് അവൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ വീട് എനിക്ക് അങ്ങനെ ആദ്യമായിട്ട് കാണുന്നൊരു ഫീൽ തോന്നിയിട്ടില്ല. കാരണം ഈ ഓരോ ആംഗിളും എനിക്ക് ഫെമിലിയറാണ്. അങ്ങനെ അവർ എണീറ്റിട്ടില്ല കേട്ടോ. പിന്നെ വീടൊക്കെ ഇങ്ങനെ നടന്നു. അപ്പോഴേക്കും മോൻ അവിടെ എണീറ്റത് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരുന്ന പിള്ളേർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ. കാരണം അവരും ഇങ്ങനെ അതായത് ഓർമ്മ വെച്ചതിന് ശേഷം പോകുന്നത് ആദ്യമായിട്ടാണല്ലോ. മോനെപ്പം എന്നെ പുറത്തത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാട്ടോ അവരുടെ കിച്ചൺ. ഈ ഐലൻഡ് കിച്ചൻ്റെ കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഗരാജിൽ നിന്ന് ഡയറക്റ്റ് കിച്ചണിലോട്ട് ഒരു എൻട്രൻസും ഉണ്ട്. പിന്നെ ഇതാണ് അവരുടെ ഡൈനിങ് ഏരിയ. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഹാറ്റ്സ് ഓഫ് ടു നമ്മുടെ ഹേമ. കാരണം അവളാണ് ഇതിൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി ടിങ്കുവിൻ്റെ ഹെൽപ്പും സപ്പോർട്ടില്ലാതെ പിന്നെ ഇതൊന്നും നടക്കില്ലല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി തീർത്ത അവരുടെ ഡ്രീം ഹോം. ഇതവർക്ക് പുറത്ത് പാറ്റിയോ കുറച്ച് അധികം സ്പേസ് തന്നെയുണ്ട്. അതേ അപ്പോൾ മോൻ കാണിച്ചു തരുന്നത് അവിടെ ചെറി ബ്ലോസം. ആ പൂക്കൾ കണ്ടിട്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ അതിലൊരു ഇല പോലും ഇല്ല, അത്ര ബ്യൂട്ടിഫുൾ. രാവിലെ എണീറ്റപ്പോൾ തണുപ്പ് കാരണം സൗണ്ട് നേരി അടവൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര മനസ്സിൻ്റെ സന്തോഷം കൊണ്ടാണ് തോന്നുന്നത്. അറിയാതെ മൂളിപ്പാട്ടുകളൊക്കെ വരുന്നു. ഭയങ്കര ഡ്രമാറ്റിക്കായി പോയി ഞാൻ. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് നോക്കി വൈറ്റ് ആൻഡ് പിങ്ക് പൂക്കൾ വരുന്നതിനാണ് ഇവർ ചെറി ബ്ലോസം എന്ന് പറയുന്നത്. സോ ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ. എനിക്കിവിടെ വന്ന് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെറി ബ്ലോസമാണ്. സ്വന്തം നാട്ടിൽ ഒരിക്കൽ പോലും മോർണിംഗ് വാക്കിന് പോകാത്ത ടീംസാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് രാവിലെ വെച്ച് നടക്കാൻ. അപ്പോൾ അതുകൊണ്ട് രാവിലെ വെച്ച് രണ്ടുപേരും ഉമ്മയും മാപ്പിളും കൂടി മോർണിംഗ് വാക്കിന് ഇറങ്ങിയേക്കാം. ഇത് ഈ സ്ഥലം ബെൽ സർക്കിൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. കാരണം ഇതിൻ്റെ മൊത്തം ഒരു റൗണ്ട് ഷേപ്പ്. കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ എണീറ്റ് വന്നു. ഹേമ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്നും പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ. ചുമ്മാ ഫാമിലി ടൈം സ്പോയിൽ ചെയ്യണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞ് എല്ലാവരും ക്ഷീണമൊക്കെ മാറിയപ്പോൾ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. എല്ലാവർക്കും ഫേവറേറ്റ് മാറിയത് നമ്മുടെ ലോൺ മൂവറായിരുന്നു. എല്ലാവരും അതിൽ തകൃതിയായിട്ട് ഓടിച്ച് നടക്കുമായിരുന്നു കേട്ടോ. ഇച്ചാനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റയൻ അപ്പം ഓടിക്കണം കണ്ടിട്ട് തന്നെ ഓടിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു. മോൻ വിചാരിച്ചത് ഇത് ക്വാഡ് ബൈക്ക് പോലെ ഓടിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സൈക്കിൾ കിട്ടിയപ്പോഴാണ് അവന് സമാധാനമായത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ മിഷിഗൺ ലേക്ക് കാണാൻ പോവാട്ടോ. മിഷിഗണിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെ മിഷിഗൺ ലേക്കാണ്. ഒരു എന്താ പറയുക, ലേക്ക് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അത്ര വലിയ ലേക്കാട്ടോ. ഇവർ ചെറുതായിരുന്നപ്പോഴും ഞങ്ങൾ ഇവിടേക്കൊക്കെ വന്നിരുന്നു കേട്ടോ. ആ ഒരു കാണുന്ന സ്ഥലത്തൊക്കെ ഇവർ നിർത്തിയിട്ടുള്ള ഫോട്ടോ ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്രാവശ്യം ചെന്നപ്പോൾ നല്ല തണുപ്പ്, ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. ഞാനങ്ങനെ കാര്യമായിട്ടുള്ള വിൻ്റർ ക്ലോത്ത്സ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ കുറേ പിക്നിക്സും പൊതുവെ വെസ്റ്റേൺ കൺട്രീസിൽ കണ്ടിട്ടില്ലേ കൂടുതൽ അവർ പിക്നിക്സൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ബോട്ടിംഗ് നടക്കുന്നുണ്ട്. ഗ്രേറ്റ് മിഷിഗൺ ലേക്കിൻ്റെ അടുത്ത് വന്നിരിക്കുക. നല്ല തണുപ്പാട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ അന്യായ തണുപ്പാണ്. ഇവിടെ ബോട്ട്സും ഇതൊക്കെ ഉണ്ട്. അനിയൻ പറയായിരുന്നു അവിടെ സമ്മർ ടൈമിലൊക്കെ കയാക്കിംഗ് ഒക്കെ നടക്കാറുണ്ടെന്ന്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ കണ്ടു. അതൊക്കെ ഹോളിഡേ ഹോംസാണ്. പൊതുവെ അമേരിക്കൻസിന് ശരിക്കുള്ളൊരു ഹോമും ഉണ്ടാവും, പിന്നെ ഒരു ഹോളിഡേ ഹോമും ഉണ്ടാവും. അത് നല്ല ഏർപ്പാടല്ലേ. ഞാനിപ്പോൾ ചോദിക്കുമായിരുന്നു ഈ മിഷിഗൺ ലേക്ക് എന്ന് പറഞ്ഞിട്ട് ശരിക്കും നമ്മുടെ കടൽ പോലെ തന്നെ വേവ്സൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. കാറ്റുകാരനായിരിക്കാം മേ ബി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തൽക്കാലത്തേക്ക് വിട പറഞ്ഞു. കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഹോളിഡേ ഹോംസൊക്കെ കണ്ട് ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല രസമായിട്ട് ട്യൂലിപ്സ് ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോ എടുക്കാൻ നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ മരം എനിക്ക് ഭയങ്കര ഒരു ഒബ്സഷനായി മാറി കഴിഞ്ഞിരുന്നു എൻ്റെ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ വേഗം തന്നെ എണീറ്റു കേട്ടോ. പക്ഷെ അന്ന് അത്രയും മഞ്ഞുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ വിചാരിച്ചു വിൽ ഗോ ഫോർ എ വാക്ക്. ഇന്ന് ഇച്ചായൻ നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ മോനെ കൊണ്ടാട്ടോ പോയത്. റയൻ അവിടെ ചെന്നതിന് ശേഷം ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. കാരണം എല്ലാ ദിവസവും രാവിലെ എണീറ്റാവും വേഗം പേപ്പൻ്റെ ഗരാജിൽ നിന്ന് സൈക്കിൾ എടുത്തിട്ട് അവൻ ആ റോഡ്സിലൊക്കെ ഇങ്ങനെ ഓടിക്കും കേട്ടോ. അപ്പോൾ അവിടെ ഈ രാവിലെ നേരത്തെ ഈ റാബിറ്റ്സ് ഒക്കെ ഓടുന്ന കാണാം. അവന് പൊതുവെ ഈ പെറ്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അത് കാണാൻ വേണ്ടി വേഗം എണീറ്റ് വരുമായിരുന്നേ. വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ലോൺ മൂവേഴ്സ് അങ്ങനത്തെയൊക്കെ വെക്കാൻ വേണ്ടി അവർക്ക് ഒരു കുഞ്ഞൊരു ഷെഡ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ വിറക് വരാന്നൊക്കെ പറയില്ലേ, അതുപോലെ തണ്ടിക എന്നും പറയും തോന്നുന്നു കേട്ടോ ചില സ്ഥലങ്ങളിൽ. പിന്നെ ഈ ഒരു ഏരിയ നല്ലതാട്ടോ. നല്ല ക്ലൈമറ്റുള്ള സമയത്ത് ഇങ്ങനെ ഫാമിലി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനും അത്യാവശ്യം പാർട്ടികളൊക്കെ നടത്താനും നല്ലതാണ്. അനിയത്തി പറയായിരുന്നു ഇതുമൊക്കെ നിറച്ച് പൂക്കളായിരിക്കും ചില സമയങ്ങളിൽ, നിറച്ച് ഇല പോലും കാണാത്ത രീതിയിൽ പൂക്കളായിരിക്കും. അപ്പോൾ ഇതാണ് അവരുടെ വീട്. മോൻ രാവിലെ തന്നെ സൈക്കിളൊക്കെ എടുത്ത് ഓടിച്ചു തുടങ്ങി. ഞാൻ പിന്നാലെ നടക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു പിങ്ക് കളർ ചെറി ബ്ലോസം കണ്ടത്. പിന്നെ ഈ പൈൻ ട്രീസൊക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. നമ്മൾ ക്രിസ്മസ് ടൈമിൻ്റെ ഒരു ഫീലാണ്. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് അല്ലെങ്കിൽ പോലും ഈ പൈൻ ട്രീസൊക്കെ കാണുന്നതോടുകൂടി നമുക്കൊരു ക്രിസ്മസ് ഫീലാണ് അവിടെ ഫുൾ ടൈം.
അങ്ങനെ ഞങ്ങളുടെ US ട്രിപ്പിലത്തെ ഫസ്റ്റ് 2 ഡേയ്സ് ബ്യൂട്ടിഫുള്ളായിട്ട് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. സെക്കൻഡ് ഡേ ഞങ്ങളൊരു വിൻഡ് മില്ലിലേക്കൊക്കെ പോയായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തത് ഇടാം കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞോട്ടെ ട്രിപ്പ് കഴിഞ്ഞിട്ട്. ബട്ട് സ്റ്റിൽ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒത്തിരി ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഞങ്ങളുടെ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.